നമ്മുടെ ബാംഗ്ലൂരിൽ ഒരുപാട് നെഗറ്റീവും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന ജോബ് ഏതാണെന്ന് ചോദിച്ചാൽ ഊബർ ഡ്രൈവിംഗ് ജോബായിരിക്കും. എന്താണ് ഊബർ ഡ്രൈവിംഗ് ജോബിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ഞാനിതാ ഊബർ വിളിച്ച് ഇങ്ങനെ ഒരു സ്ഥലത്ത് വരെ പോവുമായിരുന്നു. അപ്പോൾ ഒരു മലയാളി ഡ്രൈവറെ കണ്ടിട്ടുണ്ട്. ഹായ് ബ്രോ, എന്താ പേര്? അതുൽ. ബ്രോ എത്രയായി ഊബർ ഓടിക്കുന്നത്? ഞാൻ 8 മാസമായി. അതെങ്ങനെയാണ്? റെന്റിനാണോ അതോ കമ്മീഷൻ ആണോ അതോ സാലറി ആണോ, എങ്ങനെയാണ്? ഇല്ല, ഞാൻ ആദ്യം റെന്റലിനായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. പിന്നെ റെന്റിൽ മാറിയിട്ട് ഇപ്പോൾ സാലറിക്ക് കയറി. അതെന്താ മാറാൻ കാരണം? മാറാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ദിവസമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും, ചില ദിവസം കുറവാണ്. പിന്നെ സാലറിക്ക് ആകുമ്പോൾ എന്നാലും പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ബട്ട് സാലറിക്ക് ആകുമ്പോൾ ഒരു ഫിക്സ്ഡ് ആയിട്ട് ഒരു എമൗണ്ട് മാസം അക്കൗണ്ടിൽ കിട്ടുമല്ലോ. എത്ര സാലറി ആയിരുന്നു ബ്രോക്ക്? സാലറി 30,000. 30,000 രൂപ. 30,000 സാലറി പ്ലസ് അക്കോമഡേഷൻ ഉണ്ട്. ഓക്കെ. അല്ല, പിന്നെ 2 മാസത്തിൽ 2 പെയ്ഡ് ലീവ് ഉണ്ട്. പെയ്ഡ് ലീവ് ഉണ്ടല്ലേ? പെയ്ഡ് ലീവ് ഉണ്ട്. ഇപ്പോൾ ബ്രോക്ക് ഊബറിനെ കുറിച്ച് എന്താണ് ബ്രോന്റെ ഒരു അഭിപ്രായം? വർക്ക് ചെയ്താൽ പൈസ ഉണ്ടാക്കാം, പണിയെടുത്താൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇതിനകത്താണെന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്തതിനകത്താണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വരാൻ നേരത്ത് കുറേ പേരുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ചിലർക്കൊക്കെ പൈസ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോയി. അവർക്കെന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യത്തില്ലായിരുന്നു, കുറച്ച് നേരമൊക്കെ വർക്ക് ചെയ്യും, എന്നിട്ട് ലാഭമില്ല എന്ന് പറഞ്ഞിട്ട് പോകും. അതായിരുന്നു എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് വർക്ക് ചെയ്യുന്നവർക്ക് നല്ലൊരു വരുമാനം ഈ ഒരു ഊബർ വേക്കൻസിയിൽ ഉണ്ട് എന്നാണ് ഞാനും അറിഞ്ഞിട്ടുള്ളത്. പക്ഷേ കുറേ പേര് നെഗറ്റീവ് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാന്ന് എനിക്കും കറക്റ്റ് അറിയില്ല. എനിക്ക് 12 മണിക്കൂറല്ലേ നിങ്ങളെ ജോബ് വരുന്നത്? രാവിലെ 4 തൊട്ട് വൈകുന്നേരം 4 മണി വരെ, അല്ലെന്നുണ്ടെങ്കിൽ വൈകുന്നേരം 4 തൊട്ട് രാവിലെ. ഷിഫ്റ്റ് വീക്കിലി ചേഞ്ച് ആവും. അപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ 12 മണിക്കൂർ കഴിഞ്ഞാൽ ബാക്കി 12 മണിക്കൂർ ഫ്രീ അല്ലേ, അപ്പോൾ നമുക്ക് അടിച്ചു പൊളിക്കാലോ, നൈറ്റ് ലൈഫ് അടിച്ചു പൊളിക്കാലോ എന്നൊക്കെ വെച്ചിട്ടായിരിക്കും വരിക. അത് കറക്റ്റ് ആവൂല എന്നാണ്. ഉറങ്ങാൻ പോലും സമയം കിട്ടത്തില്ല. ഉറങ്ങി നമ്മൾ വണ്ടി ഓടിക്കല്ലേ, പിന്നെ ക്ഷീണമായി പോകും. ഇപ്പോൾ ബ്രോന്റെ കമ്പനിയിൽ, ബ്രോ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ വേക്കൻസി ഉണ്ടോ? അവൈലബിൾ ആണോ? വേക്കൻസി കുറെ കിടപ്പുണ്ട്, ആൾക്കാർ വരുന്നുണ്ട്, ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. എല്ലാവർക്കും 30,000 സാലറി? എല്ലാവർക്കും ഫിക്സ്ഡ് സാലറിയാണ് 30,000 രൂപ സാലറി പ്ലസ് അക്കോമഡേഷൻ ഉണ്ടാവും അല്ലേ? അക്കോമഡേഷൻ ഉണ്ട്. നമ്മൾ മന്ത്ലി 2 പെയ്ഡ് ലീവ് എടുത്തില്ലെന്നാണെന്നുണ്ടെങ്കിൽ 32,000 തരും. 32,000. ഓക്കെ. പിന്നെ നിങ്ങൾ അക്കോമഡേഷൻ ഒക്കെ എങ്ങനെ വൃത്തിയുള്ളതാണോ? അല്ല, ഞാൻ പണ്ട് വർക്ക് ചെയ്തപ്പോൾ അതൊരു പന്ന റൂമായിരുന്നു, തറയിലായിരുന്നു ബെഡൊക്കെ ഇട്ടിട്ട്. ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആണെന്നുണ്ടെങ്കിൽ ഇത് അപ്പാർട്ട്മെന്റാ, ഫ്ലാറ്റ് ആണ്. സോ അതിനകത്ത് ഫാമിലീസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവര് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ല രീതിയിലാണ് കൊണ്ടുപോകണം. പിന്നെ ലിഫ്റ്റ് കാര്യങ്ങളുണ്ട്, സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വിളിക്കാനുള്ള കോൺടാക്ട് നമ്പർ കാര്യങ്ങൾ ഞാൻ എന്തായാലും താഴെ കൊടുക്കാം. ബ്രോ കോൺടാക്ട് നമ്പറും തരണം. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആവട്ടെ. അപ്പോൾ പുതുതായിട്ട് വരുന്നവരോട് ബ്രോക്ക് ഒരു 8 മാസത്തെ എക്സ്പീരിയൻസ് വെച്ച് ബ്രോക്ക് എന്താ പറയാനുള്ളത്? പണി എടുത്തു കഴിഞ്ഞാൽ വരാം, വെറുതെ എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ആരും വന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ വർക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സാലറി ആണെന്നുണ്ടെങ്കിൽ ഈ തുടക്കക്കാർക്ക് സാലറി ആയിരിക്കും ബെസ്റ്റ്. കാരണം എന്ന് വെച്ചാൽ വലിയ വർക്ക് ചെയ്യാതെ എഫേർട്ട് ഇടാതെ 30,000 മാസം കിട്ടും. പിന്നെ അതുകൂടാതെ ഒരുമിച്ച് നമ്മുടെ അക്കൗണ്ടിൽ കയറും. പിന്നെ രാവിലെ 4 മണിക്ക് ഡ്യൂട്ടി ടൈം ആണെന്നുണ്ടെങ്കിൽ രാവിലെ 4 മണിക്ക് തന്നെ പോകണം. അതാണ് എല്ലാവരുടെയും പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ കൂടെ തന്നെ റെന്റലിന് ഓടുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ എന്ന് വെച്ചാൽ രാവിലെ 4 മണിക്ക് പോകുന്നതിന് പകരം അവർ പോകുന്നത് തന്നെ രാവിലെ 7 മണി 8 മണിക്കാണ്. അവിടെ തന്നെ 2-3 മണിക്കൂർ. അപ്പൊ തന്നെ നമുക്ക് രാവിലെ ആ ടൈം കൊണ്ട് തന്നെ എങ്ങനെ പോലെ ഒരു 1,000 രൂപയ്ക്ക് ഓടാൻ പറ്റിയേനെ. സോ ഒരു 800-1000 രൂപയ്ക്ക് ഓടായിരുന്നു. ആ സമയത്ത് കിടന്ന് ഉറങ്ങിയിട്ട് പണിയുള്ളപ്പോൾ, ഓർഡർ ഉള്ളപ്പോൾ എല്ലാവരും കിടന്ന് ഉറങ്ങും. ഓർഡർ ഇല്ലാത്തപ്പോൾ റോഡിൽ ഇറങ്ങിയിട്ട് പറയും ഓർഡർ ഇല്ലാന്ന് പറയും. പിന്നെ ഇതിൽ ഡെപ്പോസിറ്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല, ഡെപ്പോസിറ്റ് കാര്യങ്ങളൊന്നും വരില്ല. ഡെപ്പോസിറ്റ് ഒന്നുമില്ല. 30,000 സാലറി. 30,000. പിന്നെ ജോയിൻ ചെയ്യാൻ നേരത്ത് ആധാർ കാർഡിന്റെ ഒറിജിനലും പിന്നെ അതുകൂടാതെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഒറിജിനലും ഉണ്ടാവണം അല്ലേ? ഡോക്യുമെന്റ്സ് കൊടുക്കുക, അവർ തന്നെ എന്താ ചെയ്യും, ഇവിടെ വരുന്ന കഴിയുമ്പോൾ അവർ ID ക്രിയേറ്റ് ചെയ്ത് തരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഊബർ ഡ്രൈവിംഗ് വേക്കൻസിക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ താഴെ കൊടുത്ത നമ്പറിൽ വരെ കോൺടാക്ട് ചെയ്തോളൂ. 30,000 റുപ്പീസാണ് സാലറി വരുന്നത്. പ്ലസ് അക്കോമഡേഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ യാതൊരു എക്സ്ട്രാ ചാർജും വരുന്നില്ല. പിന്നെ CNG കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ. വാഗനർ ആണ് വണ്ടി വരുന്നത്. പ്രത്യേകിച്ച് പറയാനുള്ളത് ബാംഗ്ലൂരാണ്, അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഡ്രൈവിംഗ് മെന്റാലിറ്റി ഉള്ളവരും ഡ്രൈവിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവരും മാത്രം ജോയിൻ ചെയ്യുക.